ഹലോ ഗൈസ്, ചെമ്പനീർ പൂവ് പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പുതിയ എപ്പിസോഡില് നമ്മുടെ രേവതി പടിവാതിക്കൽ നിന്ന് ഭയങ്കര കരച്ചിലാട്ടോ. ഈ പൂവിന്റെ ആ ഒരു പൂ കിറ്റൊക്കെ പിടിച്ചുകൊണ്ട് ഭയങ്കര പൊട്ടിക്കരയുക. അപ്പൊ നമ്മുടെ സച്ചി വരുന്നുണ്ട്. അപ്പൊ സച്ചിനോട് നമ്മുടെ രേവതി കാര്യങ്ങൾ പറയുന്നുണ്ട്. ശേഷം നമ്മുടെ സച്ചി ആകപ്പാട് സങ്കടപ്പെടുന്നുണ്ട്. സച്ചി അപ്പൊ നമ്മൾ മാക്സിമം നമ്മുടെ രേവതിനെ ആശ്വസിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ശേഷം നമ്മുടെ വീടിനുള്ളിൽ ചെല്ലുമ്പോൾ ഉള്ളിൽ വന്ന് കയറുമ്പോഴാണ് നമ്മുടെ ശ്രുതിയും ചന്ദ്രമതിയും കൂടെ അവർ ഭയങ്കര സന്തോഷമാണ്. അവർ പറയുന്നുണ്ട്, ആരുടെയും അനുവാദം കൂടാതെ റോഡ് സൈഡിൽ നടത്തുമ്പോൾ ഇങ്ങനെയൊക്കെ ആകുമെന്ന് നിങ്ങൾ ആലോചിക്കണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ കുത്തുവാക്കൊക്കെ പറയുന്നുണ്ടേ. അപ്പൊ സച്ചിക്ക് ഒരു സംശയം തോന്നുന്നുണ്ട്. ഇവരുടെ ഈ വർത്താനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട്, ഇതിന് പിന്നിൽ ആരാണെന്ന് ഞാൻ ശരിക്കും ഒന്ന് അന്വേഷിക്കും. ഇവിടത്തെ ആരെങ്കിലും ആണെന്ന് അറിഞ്ഞാൽ പിന്നെ നിങ്ങളെ ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി ഭയങ്കരമായിട്ട് ഭീഷണിപ്പെടുത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അതിനുശേഷം നമ്മുടെ രേവതി വന്ന് ഇങ്ങനെ കരഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നൊക്കെ ഉണ്ട്, എനിക്ക് എങ്ങനെയെങ്കിലും ആ കട ഒന്ന് തിരികെ വേണം സച്ചിയേട്ടാ, അതുവഴി എനിക്ക് കുറെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും മാർഗം ഒപ്പിക്കാൻ രേവതി, നീ തളരാതിരിക്കുക, ആത്മവിശ്വാസമാണ് വലുത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രേവതിയെ നമ്മുടെ അച്ഛനും സച്ചിയും കൂടെ സമാധാനിപ്പിക്കുന്നുണ്ടേ. ഏറ്റവും ഒടുവില് നമ്മുടെ ചന്ദ്രമതിയും ശ്രുതിയുമാണല്ലോ ഇതിന് പിന്നിൽ. അപ്പൊ നമ്മുടെ ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷം. അപ്പൊ ശ്രുതിയോട് പറയുന്നുണ്ട്, മോളെ നിന്റെ തലയിൽ ഫുള്ള് ചാണക്യ തന്ത്രങ്ങളാണല്ലോ, മോൾക്ക് ഞാൻ കുടിക്കാൻ എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചന്ദ്രമതി നമ്മുടെ ശ്രുതി ഇങ്ങനെ ചാക്കിലാക്കി വെച്ചിരിക്കും കേട്ടോ, സോപ്പിട്ട് വെച്ചിരിക്കും. അപ്പൊ ശ്രുതിയാണെങ്കിലും ശ്രുതിക്ക് ഈ ഒരു നിമിഷമായിരുന്നു വലുത്. ചന്ദ്രമതി തന്നോട്ട് സംശയിക്കരുത്, ചന്ദ്രമതിക്ക് തന്നോടായിരിക്കണം ഏറ്റവും കൂടുതൽ സ്നേഹം. അതുപോലെ തന്നെ നമ്മുടെ ശ്രുതി ഈ പണി ചെയ്തു കൊടുത്തപ്പോൾ നമ്മുടെ ചന്ദ്രമതിക്ക് ഇപ്പൊ ശ്രുതിയോട് തന്നെയായി ആ ഒരു സ്നേഹവും കൂടുതൽ കേട്ടോ. പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ രേവതി ഈ കട പൊളിച്ചുകൊണ്ട് പോയ രംഗങ്ങളൊക്കെ ഓർത്ത് ഇങ്ങനെ ടെറസിൽ പോയിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ട് നിൽക്കുക. അപ്പൊ നമ്മുടെ സച്ചി ഇങ്ങനെ ഫുഡൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ രേവതി കഴിക്കാൻ കൂട്ടാക്കുന്നില്ല, എനിക്ക് കഴിക്കാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ സച്ചി നിർബന്ധിച്ച് നമ്മുടെ രേവതിനെ കൊണ്ട് ആ ഭക്ഷണമൊക്കെ കഴിപ്പിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പൊ എന്തായാലും കാത്തിരുന്നതിനെ കാണാല്ലേ, സച്ചി എന്തായാലും ഒരു മാർഗം രേവതിക്ക് വീണ്ടും ഒപ്പിച്ചു കൊടുക്കും. സച്ചി അങ്ങനെ വെറുതെ ഇരിക്കത്തില്ല, നമ്മുടെ രേവതിയും വെറുതെ ഇരിക്കില്ല അല്ലെ. കാത്തിരുന്നതിനെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും. ഗുഡ് ബൈ.